ഗുഡ് മോർണിംഗ്. ഉമ്മയൊക്കെ ഓക്കെയാണ്. അമ്മ ഇപ്പൊ വെളിച്ചപ്പാടിലുള്ള പെണ്ണുങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി അമ്മ. അതാ അമ്മ ഇപ്പോൾ ഒരു വെളിച്ചപ്പാട് ലുക്കിലാണ് കണ്ടോ. ചന്ദനക്കുരിയൊക്കെ പരട്ടി ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് കയ്യിലൊരു വാഴ തൂക്കത് ഒരു കിരുക്കം കിരുക്കി കഴിഞ്ഞാൽ ശരിക്കും വെളിച്ചപ്പാട് തന്നെ. പക്ഷെ ഒന്നും കിട്ടമ്മ, എല്ലാ മേഖലയും നിങ്ങൾ കീഴടക്കി. മിലിറ്ററിയിൽ നിങ്ങൾ, എയർലൈൻസിൽ നിങ്ങൾ, ഇനി ബാങ്കിൽ നിങ്ങൾ, ഇനി ഡോക്ടറായ നിങ്ങൾ, എഞ്ചിനീയറായ നിങ്ങൾ, എല്ലാം നിങ്ങളാണ്. എണ്ണ അല്ല, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വെളിച്ചപ്പാടൊന്നും ആവാത്തത്? ഉണ്ടോ? അപ്പൊ അവിടെ നിങ്ങളുണ്ട്. അപ്പൊ നിങ്ങളില്ലാത്തൊരു മേഖല ഇല്ല. ഞാനില്ല. അമ്മ ഈ തെക്കേപ്പറ്റെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഏത് പറ്റേണത് എവിടെയാണെന്നൊക്കെ അറിയണ്ടേ. അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചെറിയൊരു ഗ്രാമം. അത് അമ്മയുടെയൊക്കെ അച്ഛനും ഒക്കെ ജനിച്ചു വളർന്നൊരു ഗ്രാമം അല്ലേ? അങ്ങനെ. അപ്പൊ എന്താണ് ഇന്നത്തെ? എനിക്കറിയാ, പറയൂ. വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി നമുക്ക് ആവശ്യമുള്ളത് ഇടാം. ഈ ഒരു കൂർക്ക ശരിക്കും പറയണ എൻ്റെ ഓർമ്മയിലെ കൂർക്ക എന്താ പറയാ? കൂർക്ക പയറ്. അല്ലല്ല, അതല്ലമ്മ. ഈ കൂർക്ക പയറ്. ഓ തമാശ തമാശ. ഇവിടെ കേക്ക്, ഇവിടെ കേക്ക്. ഇവിടെ കേക്ക്. ഞാൻ പറയട്ടെ. അപ്പൊ എന്താ അറിയോ, ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ അവിടെ വേറെ സ്റ്റേറ്റിലാണല്ലോ. അല്ല, എന്റെ ചെറുപ്പത്തില് ഞാൻ വേറെ അത് ശരി. ഇന്ന് എന്താ ഉദ്ദേശത്തിലാണ് നിക്ക്. ഇന്നെന്താ ഭയങ്കര ഉഷാറാണല്ലോ. എന്ത് പറ്റി? ഇരിക്കട്ടെ, ഉഷാരിരിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞാന്, അനിയൻ, എൻ്റെ വയസ്സുള്ള ബാക്കി കുടുംബക്കാരൊക്കെ ഉള്ളൊരു കാലഘട്ടം. അപ്പോൾ അന്നൊക്കെ ആ സ്റ്റേറ്റിലായതുകൊണ്ട് അവിടെ ഈ കഞ്ഞി പരിപാടിയൊക്കെ ഇല്ല. ഏത് നേരം ചോറും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ രാവിലെ നേരത്തെ 7:30 മണി 8 മണിയാകുമ്പോഴേക്കും അച്ഛമ്മ കഞ്ഞി തരും. അല്ല, അത് പുട്ടൊക്കെ വിട്. എന്നാലേ അത് തരും. അതിന് ശേഷം കഞ്ഞിയുണ്ട്. സമയമൊക്കെ തെറ്റിപ്പോകും. നമ്മള് കുട്ടികളല്ല, നമുക്ക് അത്ര ഓർമ്മശക്തി ഉണ്ടാവില്ല. അപ്പൊ ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അപ്പൊ ഈ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് അന്നത്തെ സ്ഥിരം ഉപ്പേരി എന്താന്ന് ഞാൻ പറയട്ടെ. കൂർക്കുപ്പേരി, നല്ല മണിയുള്ള പയറുപ്പേരി, പിന്നെ കായുപ്പേരി. അന്ന് ഈ ഇതും സാധനങ്ങളൊന്നും ഇല്ല. അത് ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ കൂട്ടാറില്ല. ഞാൻ കൂട്ടുന്ന ഉപ്പേരി മാത്രമേ പറയുള്ളൂ. അപ്പൊ ഈ ഉപ്പേരിയൊക്കെ കൂട്ടുന്ന സമയത്ത് അന്നത്തെ ശുദ്ധമായ വെളുത്തുള്ളി ഇട്ടു. അപ്പൊ അന്നത്തെ ശുദ്ധമായ വെളിച്ചെണ്ണ, അന്നത്തെ ശുദ്ധമായ മസാലയും കൊണ്ടൊക്കെ, നിസാരപ്പെട്ട മസാലയും കൊണ്ടൊന്ന് അച്ഛൻ ഉണ്ടാക്കി തരുന്നൊരു കഞ്ഞിയും ഉപ്പേരി ഉണ്ടായിരുന്നല്ലോ. അന്ന് സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ കൊതിയായിരുന്നു. കാരണം എന്താ പറയുക, നമുക്ക് നാട്ടിൽ പോയിട്ട് കഞ്ഞി കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ആട്ടിക്കൊണ്ടുവരുന്ന എണ്ണ, എന്തോ ആയിക്കോട്ടെ, അന്നത്തെ കാലത്ത് ആ രുചിയുണ്ടല്ലോ. ഇന്നും ആ ഉപ്പേരിയുടെ മണമൊന്നും അമ്മ എന്തുണ്ടാക്കിയാലും എൻ്റെ മൂക്കിൽ കടിച്ചിട്ടില്ല. അന്നും ആ കുറുക്കുപ്പേരിയുടെ മണമൊന്നും അമ്മ എന്തുണ്ടാക്കിയാലും എൻ്റെ മൂക്കിൽ കടിച്ചിട്ടില്ല. കേക്കോ? അപ്പൊ അന്ന് ഈ ഇഡ്ഡലി, ദോശ, ഉപ്മാവ് ഇതൊക്കെ കഴിച്ച് വളർന്നത് ഞങ്ങൾക്ക് എപ്പോഴാ കഞ്ഞി കിട്ടാന്ന് കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അറിയോ? കാരണം ആ കാലം എന്ന് പറഞ്ഞാൽ ആ മണല്ലേ, ഉപ്പേരിയുടെ മണം. ആഹാ, അന്നത്തെ കാലത്ത് അവൻ്റെ കൈപ്പുണ്യം, ആ വെപ്പും. അമ്മയ്ക്ക് കൈപ്പുണ്യം ഇല്ലയെന്നല്ല, പക്ഷെ അന്നത്തെ ആ മസാലയും കാര്യങ്ങളും അതൊക്കെ വളരെ 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 മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. ഈ കൂർക്കൊക്കെ കാണുമ്പോൾ എന്നും ഓർമ്മ വരുന്നതാണ്. അത് ശരിക്കും കഞ്ഞിക്ക് വേണ്ടിയിട്ട് പൊടിയേരിയാണത്. അത് അങ്ങനെ ഉണ്ടാക്കണമെന്നാണ്, പൊടിപ്പിക്കുന്നതാണ്. ഇപ്പൊ മുഴുവൻ അരി ഇല്ലേ, അതുപോലത്തെ പൊടിയേരിയാണ് അന്ന്, കുത്തരിയുടെ പൊടിയേരി. അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ കഞ്ഞി എത്ര വലിയ കിണ്ണത്ര തന്നാലും അത് ഫുള്ള് അങ്ങോട്ട് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അവർ പറയും പണ്ടത്തെ കാലത്തെ രീതിയാണ് പ്ലാവിൻ്റെ ഇല പൊട്ടിച്ചേരില്ലേ, അതൊക്കെ എന്ത് രസമായിരുന്നു കഴിക്കാൻ. പ്ലാവിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് ഇത് കൊണ്ടൊന്ന് കഴിച്ചു നോക്ക് പറയും. നമസ്കാരം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചെറുപ്പകാലത്തെ അല്ല, നമ്മുടെ ചെറുപ്പകാലത്തെ നോസ്റ്റാൾജിയ അല്ലേ? ഞാൻ ഇല്ലാണ്ടിരുന്നിട്ട് കൂടെ നമ്മുടെ ചെറുപ്പകാലത്തെ
നീ എന്റെ അച്ഛനൊന്നല്ല കേട്ടോ, എന്റെ ചെറുപ്പകാലം പറയാ. അച്ഛന് മാത്രമൊന്നല്ല ഞാൻ. അമ്മ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം കേട്ടോ, ഞാൻ എന്ന് ജനിച്ചോ അന്ന് മുതൽ ഞാൻ അമ്മേനെ കാണിച്ചു. അല്ല, ജനിച്ചപ്പോ കണ്ടതും അമ്മേനാണ്, ഈ നിമിഷം വരെ അമ്മേനെ കണ്ടുകൊണ്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു കാലം ഒന്നും ആയിട്ടില്ല അമ്മേനെ കണ്ടിട്ട്, കുറെ കാലമായി. അപ്പൊ എന്തൊക്കെ ഞാൻ ഇട്ട്, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതാ മുളക്, ഇത് ഒരു 1/2 സ്പൂണ് മുളകും 1/4 സ്പൂണ് മല്ലിപ്പൊടി ഉണ്ട്. അച്ഛൻ തന്ന മരുന്നിന് എന്തോ ഡോസ് ഉണ്ട് തോന്നുന്നുണ്ട്, ഇത്ര എനർജി കൂടുതലാണല്ലോ. അച്ഛൻ അല്ല അച്ഛന് അമ്മയ്ക്ക് വയ്യാണ്ടായി. അങ്ങനല്ല, അമ്മയ്ക്ക് ഇത്ര എനർജി കിട്ടാൻ വേണ്ടിട്ട് അച്ഛന് ഇല്ലാത്ത മരുന്നൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അച്ഛൻ ക്ഷീണിച്ചു അമ്മേനെ നന്നാക്കാൻ നോക്കിയിട്ട്. ഒരു ഇത്തിരി കുരുമുളക്, ഇത് മുഴുവൊന്നും വേണ്ട. പക്ഷെ ആരെങ്കിലും പറയോ ഗുരുവായൂർ കേശവനെ പോലെ ഇങ്ങനെ നിൽക്കണ അമ്മേനെ കണ്ട ഇത് വയ്യാണ്ടായില്ല 2 ദിവസം മുമ്പ്. പക്ഷെ ഇന്നാലും അമ്മയുടെ സെൽഫ് പവർ ഉണ്ടല്ലോ, ആ കോൺഫിഡൻറ്റ് ബെറ്റർ ആട്ടോ. അതുണ്ട്, അത് വേണം. ഒരിത്തിരി വേവിട്ടാൽ ഒന്ന് വേണം, എന്താ പറയുക, ഒരു 3/4 വേവായിട്ടില്ല. അപ്പൊ ഇതിൽ കിടന്നിട്ട് ഒന്ന് ഓക്കെ. അതിൽ കടന്നുറങ്ങിക്കോളൂ നിങ്ങൾ കുറച്ച് നേരം. കിടന്നുറങ്ങുകയല്ല, ഇത് കിടന്നിങ്ങനെ എല്ലാം പിടിക്കുമ്പോഴേക്കും ആ വേവും കൂടി കറക്റ്റാണ്. മനസ്സിലായോ? നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോ മല്ലിപ്പൊടി 1/4 സ്പൂണ്, 1/2 സ്പൂണ് മുളക് പൊടി. മുളക് പൊടി പറഞ്ഞാൽ എരിവൊന്നും കൂടുതലില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. നിങ്ങൾക്ക് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു മന്ത്രം പറയണ്ടേ, ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഉപ്പേരികളെ നിങ്ങളുടെ ഒപ്പം ആരിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടോ എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ബന്ധിട്ടിരിക്കും. നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് രുചി. അതേപോലെ ഒരുമിച്ചുള്ളപ്പോഴേ മനുഷ്യനും വിലയുള്ളൂ. ഒത്തിരിമേരാണ് എല്ലാം അല്ലത്. കണ്ടോ, ഈ മസാലയൊക്കെ ഒരുമിച്ചിടുമ്പോൾ ഒരുമിച്ചത് പിടിച്ചപ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരുമേരാണ് ടേസ്റ്റ് ഉള്ളതെന്ന് ഉപ്പേരിയോട് പറഞ്ഞു കൊടുത്താണ്. അമ്മ എന്തോ പറയാനുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്റെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെയോ? ഒരു മിനിറ്റ്, അമ്മടെ ഏതനിയന്റെ കാര്യം അമ്മ പറയണത്? അവന്റെ പാവം എന്താ, അവന്റെ ഒന്നും പറയാനില്ലല്ലോ. അത് അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ദുബായിലാണെങ്കിൽ അമ്മ എന്റെ കുറ്റം പറയില്ലേ? ഒരാൾ ഉത്തരം ഒരാൾ ദക്ഷിണം, അത്രയും വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ. ഇല്ലേ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ശരിയാണ്, കാഴ്ചയിൽ അത്ര നല്ല വ്യത്യാസമുണ്ട് സ്വഭാവത്തില്. അതെ, ഞാൻ പറയാൻ കേട്ടോളൂ കേട്ടോ. ഇവരെന്താ അറിയോ, തല്ല് തെരുവ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കേട്ടുള്ള സ്വഭാവക്കാരാണ്. 1 മിനിറ്റ് പ്ലീസ്. കുറുമ്പാണ്. ഒരു മിനിറ്റ്, അത് എങ്ങനെയാണ്? അങ്ങനെ തെരുവ് എങ്ങനെ കാണിക്കുക? അയ്യോ, എന്തൊരു ഊർജം അത് എന്നെ പറ്റി പറയുമ്പോ. അവരാണെങ്കിൽ തല്ലാനേ നമുക്ക് തോന്നില്ല, ആ രീതിയാണ്. അത് അവന്റെ ബുദ്ധി. അപ്പൊ എല്ലാരും പറയുമല്ലോ അച്ഛനും അമ്മയും വളർത്തുന്ന രീതിയാണെന്നൊക്കെ. അതൊക്കെ വെറുതെ അല്ലേ? രണ്ടുപേരും ഞാൻ തന്നെ വളർത്തിയത്. പക്ഷെ വ്യത്യാസം ഉണ്ടല്ലോ, എന്നെ ആദ്യം വളർത്തുമ്പോ അമ്മ ശരിക്കും വളർത്തിയില്ല. പിന്നെ ഒരു കുട്ടിയായപ്പോ നിങ്ങൾക്ക് തോന്നി ഈ കുട്ടിയെ ശരിക്കും വളർത്തിയിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടീനെ ശരിക്കും വളർത്താൻ തോന്നി. ഒരു ഭാഷ ഒരു ഭാഷ ഒരു സബ്ജക്റ്റിൽ തോൽക്കുമ്പോഴാണ് മനസ്സിലാവും ഒന്നും കൂടി നന്നായി എഴുതാന്ന്. അതുപോലെ എന്നെ വളർത്തുമ്പോ എന്താ മിസ്റ്റേക്ക് പറ്റി. 16-17 വയസ്സ് വരെ എന്റെ ഭഗവാനെ ഇത്രയും വികൃതി എന്ന് പറഞ്ഞ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരാളെ തല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും തള്ളിയിടുക വീഴ്ത്തി അവരെ മുട്ടുപൊട്ടി കൈ പൊട്ടി കാല് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കംപ്ലൈന്റ് മാഷന്മാരെ വിളിപ്പിക്കും. അങ്ങനെ അവന്റെ കാര്യത്തിന് എന്താ വിളിപ്പിക്കാറിയോ, അവൻ എല്ലാത്തിനും ഫസ്റ്റാണ്. ഒരു കാര്യത്തിൽ മാത്രം അവന് ഫസ്റ്റ് ഉണ്ട്. എന്താ പറയുക, പഠിക്കും അന്ന് അതിലൊക്കെ ഫസ്റ്റായിരുന്നു. പിന്നെ യൂണിഫോമൊക്കെ നല്ല നീറ്റായിട്ട് ഇടുന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും നല്ല പേരാണ്. പക്ഷെ കുറുമ്പിൻ്റെ കാര്യത്തിൽ അവനാണെങ്കിൽ ഭയങ്കര സൈലന്റ്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് തോന്നാത്ത രീതിയാണ്. ഇവനോ എൻ്റെ ഭഗവാനെ വായം കൊണ്ടുള്ള പറച്ചലേ ഇല്ല ചെറുപ്പം തൊട്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഒന്നിനെയും ഉന്തിയിടുക അല്ലെങ്കിൽ തല്ലുക, അത് കൈ പോണത് മുഴുവൻ ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ഇത്. അപ്പം പിന്നെ ഇവരെ തല്ലാണ്ടിരിക്കുമോ? അപ്പോൾ അവർ വിളിപ്പിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ ചെയ്തിട്ടായിരിക്കും പറയുക. അന്ന് ലാൻഡ് ഫോൺ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ വന്ന ശരിക്ക് കൊടുക്കും. എന്നാലോ അടിയും കൂടെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറുമ്പായിട്ട് നമ്മൾ തല്ലും പൊലിഞ്ഞ് ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അമ്മ മതി, അമ്മ തല്ലണ്ട അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ അറിയാം, കണ്ടതാ നോട്ടം നോക്കിയിട്ട് നിൽക്കുന്നുണ്ടോ. ഒരടി കൊടുക്കാൻ വന്ന് നമുക്കൊരു 10 എണ്ണം കൊടുക്കാൻ തോന്നും. അത്രയ്ക്കും ഒരേ നോട്ടം, കരയലുമില്ല, ഒന്നുമില്ല, കരച്ചലും ഇല്ല,
തല്ലി നീ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇപ്പൊ കണ്ണൊക്കെ അങ്ങനെ തുറച്ച് നോക്കിയിട്ട് അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും തന്നത്. അപ്പൊ എൻ്റെ അമ്മ കണ്ടിട്ട് പറയും, അമ്മ ആ കുട്ടീനെ തല്ലി നശിപ്പിക്കുകയാണ്, മഹാഭാവി എന്തിനടി നീ ഇങ്ങനെ ആ കുട്ടിയെ തല്ലുന്നു, നിങ്ങൾക്കൊക്കെ എന്തിനടി മക്കള്, ഇവ പാടുന്ന കുറുമ്പൊന്നും അവർക്ക് കാണില്ല. ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നില്ലേ, അപ്പൊ തല്ലാൻ കിട്ടും. കുട്ടിക്കാലത്തെ കാര്യമാണ് പറയണത്. കുട്ടിക്കാലത്തെ പിന്നെ കുറെ വലുതായിട്ടും അങ്ങനെ തന്നെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും പോയി നിൽക്കുക. അപ്പൊ കുറെ ഇപ്പോഴത്തെ 16-17 വയസ്സിലെന്തല്ല, അത് കഴിഞ്ഞിട്ടും എങ്ങനെയാ ഒരു 10 കൊല്ലോ 12 കൊല്ലമൊക്കെ ആയി ഇത്തിരി സൈലന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുവരെ എങ്ങനെ അറിയോ, ഇവ അച്ഛൻ തന്നെ ആരുടെങ്കിലും കാര്യം ഇപ്പൊ ഇവരിങ്ങനെ ഉള്ള സമയത്ത് അച്ഛൻ ആരുടെങ്കിലും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വന്നിട്ടുണ്ടാവും. ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ അനിയത്തിയോ ആരെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ആരോ ബന്ധുക്കളോ വന്നിട്ട് അവരോടോ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്നും ഇങ്ങനെ ചെയ്തില്ല, അത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാര്യം അവർ ചോദിക്കുകയാണ്. അത് തെറ്റായിട്ട് തോന്നിയിട്ട് ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നീ, അവളിങ്ങനെ പറഞ്ഞിട്ട് അത് പറയാൻ പാടുണ്ടോ, നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ ഇവൻ അവിടെ നിന്നിട്ടൊക്കെ നോക്കിയിട്ട് അതെ അവരൊക്കെ പോയി. അവർക്ക് ദേഷ്യമില്ല, അവരുടെ ഏട്ടനാണ്, അവരുടെ മാമനാണ്, അവർക്ക് പറയുന്നതിനൊന്നും ഒരു ദേഷ്യമില്ല. ചെറിയച്ഛനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ദേഷ്യമില്ല. ഇപ്പം പറയാ അവരോട് ഇങ്ങനെ ചോദിച്ചത് അച്ഛൻ ഒട്ടും ശരിയായില്ല. എന്താ അറിയോ, അങ്ങനെ ചോദിച്ചത് ഒട്ടും ശരിയായില്ല. എന്താ ശരിയാവേണ്ട, അവരുടെ കാര്യമല്ലേ, അത് അച്ഛന് തെറ്റായി തോന്നി പറഞ്ഞിട്ട് അത് ചോദിച്ചതല്ലേ, അതിനെന്താണ് പ്രശ്നം? അത് ഒരു കാരണവശാലും ശരിയല്ല. അവർക്ക് വിഷമമുണ്ടാവില്ലേ, അത് അവർക്ക് വിഷമം. അച്ഛൻ ചെയ്ത് തെറ്റാണ്, അച്ഛനാണെന്നുകൊണ്ട് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും തെറ്റ് തെറ്റന്നെയാണ്. ഇവൻ്റെ ഭാഗത്തേക്ക് അത് തെറ്റാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് ചോദിക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു കടയുടെ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ, അവിടെ പോയി നിൽക്കുമ്പോൾ ആരെങ്കിലും വല്ല രാഷ്ട്രീയക്കാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ചെവി കൊടുക്കാണ്ട് അവരെന്തോ പറഞ്ഞിട്ട് പോയിക്കോട്ടെ, അവനെല്ലാം കേട്ടിട്ട് അതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യമല്ലേ, അത് ശരിയാ, അത് നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്നുണ്ടോ, അയ്യേ ഒട്ടും ശരിയല്ല കേട്ടോ നിങ്ങൾ പറഞ്ഞത്. അപ്പം ആൾ പറയും ഞാനത് പറഞ്ഞത് ഇങ്ങനെ അപ്പം അതിന് തർക്കം വന്നു, പിന്നെ അതൊരു വേറൊരു രീതിയിലേക്ക് എത്തില്ലേ. അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട്. അവനാണെങ്കിൽ അങ്ങനെയല്ല. അവനെങ്ങനെ അറിയോ, ഒരാളെന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ ശരിയായിരിക്കും, അവർക്കത് പറയാനുള്ള അർഹതയുണ്ട്, അവരതായിരിക്കും പറയുന്നതുകൊണ്ട് ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കില്ല. ആട് പാട്ടും പാടി ചെവിയിലൊരു എന്തെങ്കിലും എത്തുന്നത് നടക്കും. അതുപോലെ എവിടെയെങ്കിലും പോയാലും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് നമുക്കെന്താ അവിടെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് നമുക്കെന്താണെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് വരും. അവനെ കൊണ്ട് അങ്ങനെ യാതൊരു ശല്യമില്ല, ആരും ഒന്നും പറയില്ല. അവ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അവനവിടെ അതൊന്നും പറയില്ല. ഇതങ്ങനെയല്ല, എവിടെയൊക്കെ എന്തൊക്കെ കണ്ടാലും ചാടി വരും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുക തന്നെ വേണം. അതിനേക്കാളൊക്കെ ഒരു രസമുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ പിന്നെ ഒരു 6ൽ പഠിക്കാന്ന് തോന്നുന്നു, 6 തന്നെയാണ്, 5ലോ 6ലോ പഠിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മരണുണ്ടായി, അടുത്ത ബന്ധുവാണ്. മനസ്സിലായില്ല. അപ്പൊ അടുത്ത ബന്ധുവാണ്. അപ്പൊ അവിടേക്ക് എന്താ കുറച്ച് ദിവസമായിട്ട് എന്റെ കുറ്റങ്ങൾ നിന്റെ സ്വഭാവങ്ങളൊക്കെ അവര് പറയണ്ടേ. നീ ഇപ്പൊ നല്ല കുട്ടിയാണെങ്കിൽ അന്ന് നല്ല കുട്ടിയാ, അന്ന് ഇതൊക്കെ കാണിക്കില്ലേ, അപ്പൊ അതൊക്കെ പറയണ്ടേ. അപ്പൊ അവിടെ മരിപ്പിന് പോയി. അവിടെ പോയപ്പോ ഞങ്ങള് എല്ലാരും പോയ സമയത്ത് അവരുടെ മകള് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അടുത്ത് ഒരു കസാര ഇട്ടിട്ട് ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ കാലിൻ്റെ മേലെ കാല് കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ നോക്കിയിട്ട് അവരെന്നെ നോക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഇവനെന്താ അവരങ്ങനെ തുറിച്ചു നോക്കണം, അത്ര 6ൽ പഠിക്കുകയാണ്, അതിൻ്റെ നോട്ടം കാണണം, ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ അമ്മ അതാരാ അമ്മ അവിടെ ഇരിക്കുന്നത്, അതവരുടെ മൂത്ത മകളാണ്. അത് ശരി, അവർ അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ അവർ കാലിൻ്റെ മേലെ കാല് കെട്ടിയിട്ടൊക്കെയാണല്ലോ ഇരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവരെ പറയണത്. അപ്പം നിങ്ങൾക്ക് അത് ഏതോ ഒരു ഇതിൽ നിർത്തിയായിരിക്കടാ, അതവരിപ്പോൾ എല്ലാവരും അവിടെ നിലത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്താ അവർക്കെന്താ നല്ല ജോലി, അപ്പോൾ അവരുടെ ജോലിയൊക്കെ നല്ല ജോലിയാണ്. അപ്പോൾ എൻ്റെ ജോലി അവർ എന്ത് ജോലിയാണെങ്കിലും എന്താ ചെറിയ കുട്ടിയാണെന്ന് പറയണം. അവർ അച്ഛൻ മരിച്ച സമയത്ത് കാലിൻ്റെ മേലെ കാലിൽ കയറ്റിയിട്ട് കസാരയിലിരിക്കുക. എനിക്കവർ ഒട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ എത്ര വലുതായിട്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് എന്താണ് വന്നാൽ ഇവ മിണ്ടുകയില്ല അവരോട്. അവർ വന്ന് അവൻ വേഗം കൊണ്ട് എന്താ കുട്ടി, അവന് നാണല്ല, അവനവരിഷ്ടമല്ല, അങ്ങനൊരു ഞാൻ സ്വഭാവമാണ്. അതുപോലെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് തമാശ രൂപേണയാണെങ്കിലും ഒരു ഇൻസൾട്ടാണെന്ന് അവനെ പറയും. എന്തെങ്കിലും തമാശക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും മതി, അത് അവനൊരു ഇൻസൾട്ടായി തോന്നിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പിന്നെ ജന്മനമില്ല. എന്ത് പറഞ്ഞു വിളിച്ചാലും നിങ്ങളുടെ മക്കളും ഞാനില്ല, ഞാൻ അവരുടെ വീട്ടിൽ എന്ത് പറയാനും പറയും.
ഞാനൊന്നുമില്ല അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ സ്വഭാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തല്ലിയിട്ടൊക്കെ ചെറുപ്പത്തിൽ, വലുതായി പിന്നെ അതിന് പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിസ്റ്റി. പിന്നെ ചെറുപ്പത്തിൽ കുറേ അത് നല്ലതൊന്നും പറയും ചീത്തയും പറയും. എന്താ പറഞ്ഞാൽ അവൻ വീട്ടിൽ എന്ത് നല്ല സാധനങ്ങൾ വെച്ചാലും അവന് മാസത്തിൽ 1-2 ദിവസം, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, അവൻ പറയും ഈ കറിയൊന്നും എനിക്കിഷ്ടമില്ല, ഈ മീൻ ഞാൻ തിന്നില്ല, അത് തിന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പിന്നെ നിനക്ക് വേണ്ടത്? അപ്പോൾ അവിടെ ഒരു താജ് കൊണ്ടുള്ള ഹോട്ടലുണ്ട്, അവിടെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ട്. എനിക്കിന്ന് താജിലെ മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം ഞാൻ ഹോട്ടലിൽ കൊണ്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യുക, അച്ഛൻ പുറത്ത് എവിടെ ഉണ്ടാവുക ആ സമയത്തൊന്നും ഇവനറിയാം. അവിടെ പോയിട്ട് പറയും അച്ഛൻ എനിക്കിഷ്ടമില്ലാത്ത സാധനമാണെന്ന്, ഞാൻ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചില്ല പറയും. അപ്പം അച്ഛനും കൊടുക്കുമോ? ഇതെന്തിനറിയോ, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിട്ടുണ്ടാവും ഏതെങ്കിലും കാരണത്തിന്. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ വല്ല തെറ്റ് ചെയ്തിട്ട് പുറത്താക്കിയതായിരിക്കും. അവർക്ക് ഇവൻ ഭക്ഷണം മേടിച്ചു കൊടുക്കണം. അതിനാണ് ഇവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നല്ല. അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു കൂട്ടുകാരൻ്റെ അമ്മ എന്നോട് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ? എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ അവന്റെ കുറച്ചൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ അമ്മ? അതുണ്ടാവുമല്ലോ ഓർമ്മ. എന്താ മാത്രമാണ് ഓർമ്മയുള്ളൂ? അല്ല, നിന്റെ യുവക കാര്യമൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പൊ ഇവൻ അങ്ങനെ, അപ്പൊ അവരൊരു ദിവസം പറയാ അമ്പുഷ, അതെ നിന്റെ മകന്റെ ഒരു കാര്യം, എൻ്റെ മകനെ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് അവൻ്റെ അച്ഛൻ പുറത്താക്കി, അപ്പം അത് വേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് ഞാനും അവനെ വീട്ടിലേക്ക് പോട്ടെ, നല്ല സ്വഭാവം പഠിച്ചിട്ട് നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവനെ എങ്ങനെ നല്ല സ്വഭാവം പഠിക്കുക? എൻ്റെ മകൻ, നിന്റെ മകൻ അവനെ തീറ്റിപ്പോറ്റി ഇരുത്തിരിക്കല്ലേ, നീ എന്താ നിന്റെ മകൻ്റെ അടുത്ത് എത്ര കാശ് കൊടുക്കുന്നുണ്ട്? അവനെ തീറ്റിപ്പോറ്റാനുള്ള കാശൊക്കെ അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവൻ ഇതാണ് ചെയ്യുന്നതെന്ന്. അതുണ്ട്. അവനങ്ങനെയല്ല, അവന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല വിധ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. 1-2 പേർക്ക്, 2-3-4 പേർക്ക്, 3 പേർക്കെങ്കിലും കഴിക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തയക്കും. പക്ഷെ അവനവിടെ കൊണ്ടുപോയി അവൻ്റെ ഒറ്റ ദിവസം അവന് കഴിച്ചിട്ടില്ല അത്രേ. അവന് കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, കൂടെ പഠിക്കുന്നതല്ല ജൂനിയറായി പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം വിളിച്ച് പറയാണ്, അവൻ കോളേജ് പഠിക്കുന്ന ആ ദിവസം മുഴുവൻ ഇവൻ കഴിപ്പില്ല. അവിടെ മുഴുവൻ ആൾക്കാർ കൊണ്ടുവരാൻ ചോറ്, ഒരു ഉപ്പേരി, മോര് അങ്ങനെയൊക്കെ. അതൊന്നും ഇവര് പിടിക്കില്ലേ. അപ്പം ഇവരെന്ത് ചെയ്യും, അവർക്ക് അതങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അവർ പറയും നീ ഞങ്ങളുടെ ബോക്സിനെ കഴിച്ചോന്ന് പറഞ്ഞാൽ ഇവനത് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പം പെപ്സി കുടിക്കണോ, അത്രയും 2-3 കൊല്ലം വരെ അങ്ങനെയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞവരും അങ്ങനെയായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ കഴിക്കൂല, ഹോട്ടലിലും കഴിക്കൂല, അങ്ങനെയാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരമാണ് അവൻ്റെ ഭക്ഷണം. എനിക്ക് പണ്ടൊന്നും അറിയില്ല. പിന്നെ അവൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ചിട്ടാണ് ആൻറ്റി ഇങ്ങനെയാണ്, നിങ്ങൾ എന്തിനാ കൊടുത്തയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെ ചില സ്വഭാവങ്ങൾ അവനുള്ളൂ. അല്ലാണ്ട് വേറെ ഒരാളോട് തല്ലുകൂടി അങ്ങനെ ഒന്നും അവൻ ചെയ്യില്ല. പക്ഷെ എന്താ പറഞ്ഞാൽ ഇവനൊരു സ്വഭാവം അവനൊരു സ്വഭാവമാണ്. എല്ലാം പൊട്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. വെള്ളം കുടിക്കാൻ പറഞ്ഞ് ഒരുപാട് കുറുമ്പുള്ളത് നിനക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നല്ല കുട്ടിയാണ്. പക്ഷെ ഒന്നുണ്ടല്ലോ കുറുമ്പൊന്നും. അമ്മയ്ക്ക് 2 കണ്ണില്ലേ? 2 കണ്ണിന് ഒരു കാഴ്ചയല്ലേ കാണുന്നത്? 2 കണ്ണ് 2 കാഴ്ച കാണാന്ന് പറഞ്ഞാൽ എന്തോ മനുഷ്യൻ എന്തൊക്കെ ആവുണ്ടായിരുന്നു അല്ലേ? അത് കാരണം കൊണ്ടാണ് മനുഷ്യൻ 2 മക്കളെ കൊടുത്ത് 2 കാഴ്ചകൾ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ആയിക്കോട്ടെ എന്ന്. മക്കൾ കണ്ണുപോലെയാ പറയുന്നത്. 10 മക്കൾക്ക് 10 കണ്ണ് കൊടുക്കാൻ പറ്റും ഒരാൾക്ക്? ഇല്ല, ആ കണ്ണ് പോലെ ആവില്ല മക്കളെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഞാനൊരു കാര്യം പറയട്ടെ അമ്മ, അപ്പൊ നിക്ക് ഞാനിപ്പോ അമ്മ പറഞ്ഞതിന് അല്ല, എനിക്ക് മനസ്സിലായി നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും. ഞാൻ പറയട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ. ഇപ്പം അമ്മ അപ്പോൾ എന്താ ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ വന്നിട്ട് അവന് കിട്ടുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നല്ല പഠിക്കുന്ന കുട്ടി, ഫസ്റ്റ് റാങ്ക് കാര്യങ്ങൾ വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബഹുമതികളും മേടിച്ച് അമ്മ അവിടെ നിൽക്കുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായിട്ട് എന്താവും? ഒരു അഹങ്കാരം വരും. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? എന്നെ സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ? സൃഷ്ടിച്ചമ്മ ഇപ്പൊ ആദ്യം നല്ലതോ ആദ്യം പൊട്ടയോ അതൊന്നും അങ്ങനെയല്ലല്ലോ. 2 വിധാണ് ഞാൻ പറയണത്. അപ്പോൾ അടുത്ത ആഴ്ച അമ്മേനെ വീണ്ടും അതേ ടീച്ചറിനെ വിളിച്ചു, കുറെ ശാസിച്ചു. ഈ കുട്ടീനെ എന്താ നിങ്ങൾ ഇങ്ങനെ അവിടെ തിരക്കണം, ഇത്രയും വികൃതിയായ കുട്ടികളുടെ വീട്ടിൽ നന്നായിക്കൂടെ, ഞങ്ങൾ നന്നാക്കി മതിയായി എന്ന് പറഞ്ഞു. അമ്മ അപ്പുറത്ത് വീടുന്ന് വിഷമിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആഴ്ച വിളിക്കുകയാണ് അമ്മയ്ക്ക്. നല്ലൊരു കുട്ടിയാണ്, എന്ത് നല്ല പഠിത്തമാണ്, എത്ര നല്ല സ്വഭാവമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒരു ദുഃഖം വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായില്ലേ? അപ്പോൾ ദൈവം കണക്കൂട്ടി തന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ കൂട്ടുകാരന്മാർ പ്രശ്നമായിരിക്കും. അതെന്തറിയോ, നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗോൾഡൻ പീരീഡ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഇന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ലോകത്ത് എന്തൊക്കെ ലഹരി വസ്തുക്കളുണ്ട് അതിനൊക്കെ അടിച്ച് ഒരു ബോധമില്ലാണ്ട് ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ട്, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മുടെ ആ കാലത്തൊക്കെ എങ്ങനെ അറിയോ,
ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ വീട്ടിൽ വന്ന് മുഷ്ടാന ഭോജനം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനവിടെ പട്ടിണി കിടക്കുകയല്ലേ, ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, അമ്മയുടെ ഡബ്ബികളിൽ നിന്ന് പൈസ എടുക്കും. എന്നിട്ട് അത് ആരാ എടുത്തെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യും, ഞാൻ എടുത്തത്. അപ്പോൾ നിനക്ക് എന്താ അത്ര ചിലവ്? ഞാനും തന്നു, അച്ഛനും തന്നു, ഡബ്ബിയിൽ നിന്ന് എടുത്തു, എന്നിട്ടും നിനക്ക് ചിലവ് തയ്യാനില്ലല്ലോ പറയുമ്പോൾ ഞാൻ അവിടെ ചെയ്യണം. ഒരാളുടെ പ്രശ്നം മാറ്റിയാണ്, മനസ്സിലായില്ലേ? എൻ്റെ കൂട്ടുകാരൻ അവിടെ പ്രശ്നം ഇരിക്കും, എനിക്കിവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ റൂം ഉണ്ടാവും, അവിടെ കിടക്കാനൊരു സെറ്റപ്പും കൂടി ചെയ്തിട്ട് എന്നെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്താവൻ വരാത്ത പറഞ്ഞ് എനിക്ക് ഇതൊക്കെ കട്ടെടുക്കണമെങ്കിൽ അമ്മ കുളിക്കാൻ പോകണ്ടേ? അത് എന്നിട്ടല്ലേ എനിക്ക് വരാൻ പറ്റില്ല. 3 മണിയായി ആ ചെക്കന്മാർ ചീത്ത പറയും. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ ചെക്ക് എഴുതി കൊടുത്തിട്ടാ പുറത്താക്കുക. വീട്ടിൽ കിട്ടാത്ത നല്ല ബുദ്ധിയാണോ പുറത്തു പോയാൽ കിട്ടുക? അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു ഗുണം? അപ്പോൾ ഞാനൊരു നല്ല കാര്യം ചെയ്തു. എനിക്കിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റില്ല, എൻ്റെ കൂട്ടുകാരൻ അവിടെ പ്രശ്നമാകും. ഒന്നല്ല, ഒരുപാട് കൂട്ടുകാരന്മാർ അങ്ങനെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഭാര്യമാർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കഥ എൻ്റെ ആണോ? അവൻ്റെ മക്കളെന്നെ വിളിക്കുന്നത് ചെറിയച്ഛനാണോ? മാമന്നല്ലല്ലോ, ചെറിയച്ഛൻ എന്നുള്ള പേര് ആ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ മുഴുവൻ ഏത് വീട്ടിൽ പോയാലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ഭാര്യമാർ ആദ്യം പറയുന്ന കഥ എൻ്റെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരേ ഒരു ഫ്രണ്ട്, അത് അങ്ങനെ എത്ര പേരുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു മനുഷ്യത്വം ഞാൻ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കുരുത്തക്കേടിൻ്റെ ഉള്ളിൽ ഓരോ നന്മകളുണ്ടായിരുന്നു. അന്നത് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് വഴികാട്ടിയായത് ആരാണ്? നിങ്ങളുടെ ചെറിയ മകൻ, എൻ്റെ അനിയൻ. ഏട്ടന് എല്ലാ കഴിവും ഉണ്ട്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, വികൃതി എന്ന് വിചാരിച്ച ദൂരത്തുള്ളൊരു വ്യക്തിയല്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏട്ടൻ. അതിനേക്കാളും ഒരു പടി മുകളിൽ ഏട്ടനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിയും. ഒന്നും അറിയില്ല എന്നൊരു ഏട്ടനെ മുക്കിലിരുത്തരുത്. എല്ലാം അറിയണ ഏട്ടനാണ്, എൻ്റെ ഏട്ടനാണ്. വിനോദിൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ അത് വിനോദിൻ്റെ ഏട്ടനാണ്. അപ്പോൾ ആ അഭിമാനം എനിക്കുണ്ട്. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു തന്നത് അവനല്ലേ? അപ്പോൾ എന്നിട്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ അവിടെ എന്തൊക്കെ കറകളുണ്ടെങ്കിലും ആ കറകളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തുണിയിലൊരു കറയായി. അപ്പോൾ കറയായി വന്ന് നിങ്ങളുടെ തുണീനെ കളയാൻ പറ്റുമോ? ആ കറ കളയാൻ പറ്റിയ നല്ലൊരു എന്താണുള്ളത്. അതുകൊണ്ട് ആ കറ കഴിയുമ്പോൾ ആ ഒരു വസ്തു ഇല്ലേ, കറകളേന് അതിനൊരു വിലയുണ്ടായി. അപ്പോൾ എന്നിലുള്ള കുസൃതികളും കുറുമ്പുകളും മാറ്റിയെടുത്തപ്പോൾ നിങ്ങൾക്കൊരു വിലയുണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയ പണ്ടൊക്കെ എല്ലാവരും പറയൂ കുസൃതിയൊക്കെ കാട്ടി കുറുമ്പ് കാട്ടുമ്പോഴേ. എൻ്റെ അനിയത്തിക്ക് 2 മക്കളുണ്ട്, ആൺകുട്ടികൾ തന്നെയാണ്. അതിന്റെ മൂത്തവൻ അവൻ ഇതേപോലത്തെ കുറുമ്പനാണ്. അപ്പൊ അവൻ കുറുമ്പ് കാട്ടുമ്പോഴൊക്കെ എല്ലാവരും പറയത്തരേ, ഓ ഇത് ശരിക്കും രഞ്ജിത്തിന്റെ അതേ സ്വഭാവമാണെന്ന് പറയത്തരേ. അപ്പൊ ഇപ്പൊ എല്ലാ ഭയങ്കര സ്നേഹവും പിന്നെ എല്ലാ ഒരു നല്ലതൊക്കെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പോഴും അതന്നെ പറയുന്നത്, ഓ രഞ്ജിത്തിനെ പോലെ ആയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 വിധത്തിലുണ്ട് അല്ലേ? അപ്പൊ ഇതൊരു ഞാൻ നിന്നെ ഇപ്പൊ കുറ്റല്ല പറഞ്ഞത്. ഞാൻ പണ്ടത്തെ നിന്റെ കുറുമ്പുകളൊക്കെ ഇല്ലേ, നീ ഇത്ര പാവാണ് നല്ലതാണെന്നൊക്കെ അല്ലേ. അന്ന് എന്തോരം കുറുമ്പായിരുന്നു നിന്റെ, എന്തോരം സഹിച്ചിട്ടുണ്ട്, എത്ര തല്ല് തന്നിട്ടുണ്ട്. അതെന്താ ഇഷ്ടണ്ടായിട്ടാണോ തല്ലിയത്? ആർക്കറിയാതൊക്കെ. അപ്പൊ അന്ന് ഇഷ്ടം കുറുമ്പനാണ് ഇപ്പൊ ഇങ്ങനെ. പക്ഷെ അമ്മ അന്ന് തല്ലുമ്പോഴൊക്കെ നല്ല ഇഷ്ടത്തില തല്ലുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഓരോ അടി നല്ല കനത്തിലായിരുന്നു. കാരണം ഇഷ്ടമില്ലാണ്ടെന്ന് ആരും അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നോക്ക്, ഒരു ഭക്ഷണം ഞാൻ പറയട്ടെ, അല്ല ഒരടി അടിക്കുമ്പോ അമ്മമാരടിക്കുക, അച്ഛനൊക്കെ അടിക്കുമ്പോ അച്ഛനങ്ങനെ അടിക്കാറില്ല, ഞാൻ അടിക്കാറുള്ളൂ. അച്ഛൻ കുറവാ. അച്ഛൻ എപ്പോഴെങ്കിലും ഒരു അടി അടിച്ചാലായി, അത്രേ ഉള്ളൂ. ഞാൻ തന്നെ അടിക്കുക. അപ്പൊ എന്തറിയോ, അടിക്കുന്ന സമയത്ത് മക്കൾ എന്താ വേണ്ട, അമ്മ അന്ന് ഞാൻ ചെയ്യില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് കരയുകയെ. എന്റെ അച്ഛനും അമ്മയൊക്കെ അടിക്കുമ്പോ ഞങ്ങളൊക്കെ അയ്യോ അടിക്കണ്ട, എന്താ പറയാ, നീ ഒന്നുമില്ലതാ തുറിച്ചിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് നിൽക്കുമ്പോ വീണ്ടും തന്നെ തോന്നും. അവനെന്താ ചെയ്യാ? അതെ, ഞാൻ അങ്ങനെ ചെയ്യണ്ട. അവനെന്താ ചെയ്യണ്ടായിരുന്നു? അവനെന്താ അറിയോ, തന്നെ മേടിക്കില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റല്ല, ഏതെങ്കിലും തരത്തിൽ ഞാൻ ഒരിക്കലെന്തോ എവിടെ പോയിട്ട് നേരം വൈകി വന്നു, അങ്ങനെ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് അവനെ തല്ലണ്ടി വന്നിട്ടേ ഇല്ല. കാരണം അവൻ തല്ലുകൊള്ളാനുള്ളതൊന്നും ചെയ്യില്ലല്ലോ. അത് മാത്രല്ല, ഇനി അഥവാ ചീത്ത പറഞ്ഞിട്ട് അമ്മ വിഷമിച്ചിരിക്കണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് അങ്ങോട്ട് വന്നിട്ട് ഒരു അടിമിട്ട് ഞാൻ അടിച്ച അവൻ ആകെ 2 പ്രാവശ്യം തല്ലിയിട്ടുള്ളൂ. ആ ഒരു പ്രാവശ്യം തല്ലിയാൽ തന്നെ എനിക്ക് എത്രയോ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൻ പറയും, എൻ്റെ അമ്മ തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമാകും. അവൻ എന്താ പറഞ്ഞ, അവൻ ചെറിയ ഒന്നും ചെയ്യില്ല, എപ്പോഴെങ്കിലും അല്ല. എന്നിട്ട് അത് തല്ലുമ്പോൾ ഞാൻ 2 നന്നായിട്ടാണ് തല്ലുക. അപ്പൊ അറിയാണ്ട് ദേഷ്യത്തിൽ തല്ലിയിട്ട് ഒരിക്കലും ഇങ്ങനെ ദേഹത്ത് പൊട്ടിയപ്പോ അമ്മ എനിക്ക് വേദനയായില്ലേ അമ്മ കരയണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വന്ന് സമാധാനിപ്പിക്കും. അവന്റെ വേദന മറന്നിട്ടാണ് അവൻ വന്നിട്ട്
എന്നെ ഉമ്മ വെച്ച് കണ്ണൊക്കെ തുടച്ച് മടിയിൽ കയറിയിരിക്കും. നീ എങ്ങനെ കണ്ണു തുറച്ച് ഇങ്ങനെ നോക്കുമ്പോ പിന്നെ നിന്നെ വീണ്ടും വീണ്ടും തല്ലേണ്ടി വരില്ല. അത് ഇഷ്ടമല്ല കേട്ടോ. ഇനി ഇതിനൊക്കെ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയട്ടെ. എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞു തരട്ടെ. ഇതൊന്നും എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു തരട്ടെ. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആണല്ലോ അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം. അച്ഛനാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അച്ഛൻ്റെ അച്ഛന് അല്ല അമ്മയുടെ അച്ഛന് 10 പേര് മക്കളായിരുന്നു. 10 പേര് അച്ചാച്ചൻ ചിലപ്പോൾ തല്ലിയെന്നും വരും, ചീത്ത പറഞ്ഞൊന്നും വരും, ഒക്കെ ചെയ്യും. അച്ചാച്ചന് നല്ല പേടിയായിരുന്നു. പക്ഷെ അച്ചാച്ചനൊന്ന് പോയിട്ട് ഇങ്ങനെ നെത്തി നോക്കിയാൽ മതി, എണിച്ച് നിന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കണ്ടായിരുന്നു എല്ലാവരും. പകരം അമ്മ എന്താ ചെയ്യണ്ടായിരുന്നത്? നിന്നെ തല്ലിയിട്ടില്ല. ചെറുപ്പത്തിൽ എപ്പോൾ 5 വയസ്സിലോ 6 വയസ്സിലോ 1-2 തല്ല് നീ നിന്റെ രണ്ടാമത്തെ മകനെ തല്ലിയ പോലെ തല്ലിയിട്ടുള്ളൂ. അമ്മ രണ്ടാമത്തെ മകനെ എങ്ങനെ തല്ലിയിട്ടുണ്ട് അങ്ങനെ തല്ലിയിട്ടുള്ളൂ. പക്ഷെ നീ അമ്മ എന്താ ചെയ്യുക? അമ്മ നേരെ അങ്ങോട്ട് പോയിട്ട് വാതിൽ ഒരറ്റടക്കല്. എന്നിട്ട് അച്ചാച്ചൻ വന്നിട്ട് മോളെ അംബുജ വാതിൽ തുറക്കും മോളെ എന്ന് അച്ചാച്ചൻ കെഞ്ചന്റെ ഗതികേടുക്ക് അമ്മ വരുത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാനൊക്കെ ചെറുപ്പത്തിൽ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പം നീ ജനിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട. എനിക്ക് അത്യാവശ്യം പ്രായമുള്ളപ്പോൾ വന്ന് വിളിച്ച് സമാധാനപ്പെടുത്തി കൊണ്ടുവരണ്ടായിരുന്നോ? ബാക്കി എല്ലാ മക്കളും അനുസരണയുള്ള മക്കളായിരുന്നോ? അച്ചാച്ചൻ അങ്ങനെ സമാധാനപ്പെടുത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ ആലോചിച്ച് നോക്കിയ എല്ലാ മക്കളും ഇതുപോലെയല്ല. അപ്പോ അല്ല അപ്പൊ കുമ്പളം കുത്തിയിട്ട കുമ്പളം തന്നെ മുളക്കുള്ളൂ, മത്തങ്ങ മുളക്കില്ല. അപ്പൊ അതേപോലെ ചെറിയ കുട്ടികളൊക്കെ വല്ല അടുത്ത വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടുത്ത വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് ആ കുട്ടികളൊന്ന് കരയിപ്പിക്കണം. തൊട്ടിൽ കിടക്കുന്ന കുട്ടികളെ അടുത്ത വീട്ടിൽ എല്ലാ ബന്ധുക്കളുടെ കുട്ടികളുണ്ടാവുമല്ലോ, കൂട്ടുകുടുംബം അല്ലേ. അപ്പൊ ഒന്ന് മെല്ലെ ഒന്ന് നുള്ളിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് കരയിപ്പിക്കണം. കരയിപ്പിച്ചിട്ട് ആ കരഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അതിന് ഓമാനത്തൊന്ന് കണ്ടിട്ട് അതിനെ എടുത്തിട്ടൊന്ന് സമാധാനിപ്പിക്കുന്ന ഒരു സ്വഭാവം അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? പക്ഷെ അമ്മയുടെ മക്കളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ വരാൻ അമ്മ സമ്മതിക്കണ്ടായിരുന്നോ? എന്നിട്ട് ആ കുറുമ്പെന്താ സ്വന്തം മക്കളോട് കാണിക്കേണ്ടിരുന്നത്? അതേപോലെ എനിക്കും വിവരായി. അപ്പൊ 10-12 വയസ്സായപ്പോ എന്റെ അമ്മ എന്തൊക്കെ ചെയ്തോ അത് ഞാൻ ആദ്യം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പക്വത വന്നപ്പോ അമ്മ എന്തൊക്കെ ചെയ്തോ അത് എൻ്റെ അനിയൻ ചെയ്തു. അപ്പൊ അമ്മ ചെയ്ത 2 കാര്യങ്ങൾ ഞങ്ങൾ 2 മക്കളും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ കഥ എന്റെ കുറ്റത്തോട് കൂടി അവസാനിക്കുന്നു. എന്നിട്ട് ആ കുറ്റം കൊണ്ട് എൻ്റെ അമ്മ തൊപ്പിയല്ല തലയിൽ കട്ടും കെട്ടി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കുറ്റങ്ങൾ അമ്മ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും പറയും. അതിനോട് നമ്മുടെ അപ്പൊ അമ്മയ്ക്ക് വരട്ടെ ഉണ്ടായി. ഇത്രേ ഉള്ളൂ ഇതിന്റെ പണി. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണ് നമ്മുടെ അനിയൻ. അമ്മത് എങ്ങനെ വെച്ചു എന്ന് പറഞ്ഞാലും ഭയങ്കര നമ്മുടെ അനിയല്ല, സോറി എന്റെ അനിയൻ ചോട്ടൂന് ഭയങ്കര ഇഷ്ടമാണത്. ഇതേപോലെ ഉണ്ടാക്കണം, അതാണ് അവന് ഇഷ്ടം. അപ്പൊ ഇത് ഇന്നത്തെ നമ്മുടെ പിന്നെ ഒരു കറിയൊക്കെ ഇന്നലത്തെ ഉണ്ട്. അപ്പൊ ഒന്നും ഇത് മാത്രമേ ഉണ്ടാക്കുന്ന ആവശ്യമുള്ളൂ. ഇത് പിന്നെ എല്ലാവരും കഴിക്കും. ഇവനും ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. അപ്പൊ ഇന്നലത്തെ നോസ്റ്റാൾജിക് കഥയോടൊപ്പം അമ്മ സമ്മാനം പഠിച്ച കഥയും ഇവന്റെ കഥയൊക്കെ കുറുമ്പൊക്കെ പറഞ്ഞപ്പോ എന്നെ എന്തൊക്കെ പറയണം. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്തിനോ പണിഞ്ഞിട്ട് വാതിലടച്ചിട്ടിരുന്നു. അച്ഛൻ വന്നിട്ട് മോളെ അപ്പൊ ഇവന്റെ ഒരു 3 വയസ്സോ 4 വയസ്സോ എന്റെ മെമ്മറി പവർ കണ്ടോ? അവന്റെ ഓർമ്മശക്തി നോക്ക്. വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഞാൻ അച്ഛൻ്റെ അടുത്ത് പെടും. അതെന്താ പറയാ, അച്ഛനോടുള്ള സ്നേഹം കൂടുതലാണ്. അപ്പൊ അച്ഛൻ അങ്ങനെ സാന്ത്വനിപ്പിച്ച് പൊന്നാരിച്ച് കൊണ്ടുപോയില്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടം. അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞാലും അച്ഛൻ അങ്ങനെ അതേ സ്നേഹക്കൂടുതലാണ് എനിക്ക്. അതേപോലെയാണ്. അപ്പൊ അതാണ് എനിക്ക് അമ്മേനോട് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ വികൃതി കൂടുതൽ കാണിക്കുന്നത്. എന്തറിയോ, ഇവരെന്തെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ ഇവര് പൊന്നാരിച്ച് ഇവരെ കൊണ്ടുവരണം. ഭയങ്കര പാടാണ്. അപ്പൊ എനിക്ക് ചിലപ്പോ തോന്നുന്നു ഇതിനെ തല്ലാണ്ടിരിക്കാൻ നല്ലത്. അങ്ങനെ ഇതിന് പെട്ടെന്നൊന്നും മാറില്ല. പക്ഷെ അവൻ അമ്മേനെ പൊന്നായിരിക്കും, അവൻ എന്നെ പൊന്നായിരിക്കും. അവനെ തല്ലവൻ കൊണ്ടിട്ട് അവൻ എന്നെ പൊന്നാരിച്ചോണ്ടിരിക്കും. ഇവനങ്ങനെയല്ല. ഇവനെ പിന്നെ പൊന്നാരിച്ച് ഇവന് ആവശ്യം എല്ലാം അത് കൊടുത്ത് ഇത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനോട് പോയി കുറ്റം പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. എന്നിട്ട് അച്ഛനോട് പോയിട്ട് അമ്മ എന്നെ തല്ലി എന്നൊക്കെ പറയും. അപ്പൊ അച്ഛൻ്റെ വക പൊന്നാരിക്കലും അവന് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ലാഭം തന്നെയാണ്, നഷ്ടമൊന്നുമില്ല. അങ്ങനെ ജീവിത കച്ചവടത്തിൽ ലാഭം എനിക്ക് ഇരിക്കട്ടെ അല്ലേ? അങ്ങനെ അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ചെറിയൊരു കുറുപ്പേരും വലിയൊരു കഥയും പറഞ്ഞ് അമ്മ ജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷെ ജയിച്ചില്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ ജയിച്ചു. ഇനി ഓർമ്മകളെന്ന് അമ്മ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. വന്നിട്ട് എന്നെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി അമ്മ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇല്ല ഞാൻ മൗനം പാലിച്ച് തോറ്റാണ് പോരെ. സ്നേഹത്തിന് മുമ്പത്തെ തോൽവി വലിയൊരു ജയമാണ്. അപ്പോഴും ഞാൻ ജയിക്കും. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബൈ. ബൈ.